ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വടക്കിനി. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ബുർജി പറാത്തയാണ്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പാകത്തിന് ഉപ്പ്, എണ്ണ, അതുപോലെ തന്നെ നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. ഇത്രയാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത്. അപ്പോൾ ഇനി നമുക്കിത് കുഴച്ച് പറാത്തയ്ക്കുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. ഏറ്റവും ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദ ഈ ഒരു മിക്സ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 2 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഞാനിവിടെ ആദ്യം ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. എന്നിട്ട് ഇത് ഇത് നന്നായിട്ട് കൈവച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ശരിക്ക് ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഏകദേശം ഒരു 2.5 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അല്പമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരുമിച്ച് വെള്ളം ഒരിക്കലും ഒഴിക്കരുത്. കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാവ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് ഏകദേശം ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് മൊത്തം ഒരു 1/2 കപ്പ് വെള്ളമാണ് പലപ്പോഴായിട്ട് ചേർത്ത് ടോട്ടൽ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഈ എടുത്തിരിക്കുന്ന എമൗണ്ട് മൈദയിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ എണ്ണ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കണം. അല്പം കൂടെ എണ്ണ ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ കുഴിഞ്ഞു പോകുന്ന ഈ ഒരു പരുവത്തിനാണ് നമ്മൾ മാവ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിൽ അല്പം എണ്ണ തടവി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു മാവ് നമുക്ക് ഇതിനകത്തൊന്ന് വെച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം എണ്ണ തടവി കൊടുത്തതിന് ശേഷം നമ്മുടെ മാവ് ഇതിനകത്ത് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലും കുറച്ച് എണ്ണ തടവി കൊടുക്കുക. അതിനുശേഷം ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഒരു സാധാരണ കോട്ടൺ ക്ലോത്ത് വെച്ച് നമുക്കിത് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം. ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതൊരു ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അത് ഏകദേശം ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ഒരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കണം. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ഒരു മീഡിയം വലുപ്പമുള്ള സവാള പൊടിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 തണ്ട് കറിവേപ്പില, അതുപോലെ ഒരു 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് രണ്ടും ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത് മല്ലിയില പൊടിയാക്കി അരിഞ്ഞു വെച്ചതാണ്. അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് 3 കോഴിമുട്ട വേണം. അപ്പം ഒരു പാൻ വെച്ചിട്ട് ചൂടാവുമ്പം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിനകത്തിട്ട് വഴറ്റിയെടുക്കാം. ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരല്പം മാത്രം ഉപ്പിട്ട് കൊടുക്കുക. സവാള ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചതച്ചത്, അതുപോലെ ഇഞ്ചി, ഇത് രണ്ടും കൂടി ഇട്ടിട്ട് ബാക്കിയും കൂടി വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. സവാളയും ഏകദേശം വാടി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മല്ലിയില, അതുപോലെ തന്നെ കറിവേപ്പില, ഇത് രണ്ടും കൂടെ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരല്പം മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട. ജസ്റ്റ് ഒരു നുള്ളി മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന്
സോഫ്റ്റ് ആവുന്നവരെ വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 3 കോഴിമുട്ട വേണം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കുക. കാരണം നമ്മൾ അല്പം മാത്രമാണ് സവാളയിൽ ഉപ്പിട്ട് കൊടുത്തത്. അപ്പം ഉപ്പ് ഈ ഒരു സമയത്ത് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഉപ്പ് ആവശ്യത്തിനില്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പരുവം ആകുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്യണം. മുട്ട നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടി നിൽക്കരുത്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. കണ്ടോ, മുട്ടയുടെ ആ ഒരു ഗ്ലേസിങ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. തീരെ ഡ്രൈ ആയിട്ടല്ല നമ്മൾ ഇതാക്കിയേക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാവ് ഇപ്പം 1 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ മാവ്. അപ്പം ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിനകത്തുനിന്ന് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ എടുക്കുന്ന അത്രയും തന്നെ വലുപ്പത്തിലുള്ള ബോൾസ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതങ്ങ് പരത്തിയെടുക്കണം. നമ്മൾ എടുത്ത മാവിൽ നിന്ന് ഏകദേശം ഒരു വലിയ സൈസ് ചപ്പാത്തി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും വലുപ്പമുള്ള ബോൾസാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ആ ഒരു എമൗണ്ട് മൈദയിൽ നിന്ന് എനിക്കൊരു 5 ചപ്പാത്തിക്ക് ആവശ്യമുള്ള അത്രയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് ഓരോന്നായിട്ട് പരത്തിയെടുക്കണം. അപ്പം ഓരോന്ന് പരത്തുമ്പോഴും ബാക്കിയുള്ളത് നമുക്ക് ഈ ഒരു നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന നനഞ്ഞ തുണി കൊണ്ട് തന്നെ കവർ ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതങ്ങ് ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമുക്കിനി ഓരോന്നായിട്ട് പരത്തിയെടുക്കണം. ഒരു റോളിംഗ് പിന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ ഞാനിപ്പം എനിക്കിവിടെ കംഫർട്ടബിൾ ഈ ഒരു പൈപ്പ് വെച്ചിട്ട് ചെയ്യാനാണ്. റോളിംഗ് പിന്ന് വെച്ചിട്ടായാലും നിങ്ങളെ കംഫർട്ടബിലിറ്റിക്ക് അനുസരിച്ച് ഇത് പരത്തിയെടുക്കണം. സൈസിൽ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ബാക്കിയെല്ലാം പരത്തിയെടുക്കാം. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിനകത്ത് വെക്കണം. അപ്പം ആ ഫില്ലിങ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇത് ഏകദേശം ഒരു 2 ടീസ്പൂണോളം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂണോളം ഈ ഒരു ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും സ്പ്രെഡ് ചെയ്ത് വെക്കരുത്, ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മാത്രം മതിയാകും. അതിനുശേഷം നമ്മൾ ഈ ഒരു സൈഡ് മുകളിലേക്ക് മടക്കി പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നന്നായിട്ട് സൈഡ് പ്രസ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു രീതിയിൽ 4 സൈഡും ഈ ഒരു രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒരല്പം കൂടി പൊടി തൂവി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്നും കൂടെ റോളിംഗ് പിന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫോഴ്സ് കൊടുക്കരുത്, നമ്മുടെ ഫില്ലിങ് പൊട്ടി പുറത്തേക്ക് വരും. അപ്പം ജസ്റ്റ് ഒന്ന് സ്റ്റിക്കായി നിൽക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് റോളിംഗ് പിന്ന് വെച്ചൊന്ന് പരത്തി കൊടുക്കാം. ഇതേപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാ മാവ് കൊണ്ടും ഈ ഒരു പറാത്ത ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ എല്ലാ പറാത്തയും ഇതുപോലെ ഫില്ല് ചെയ്ത് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ദോശക്കല്ല് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സാധാരണ ഒരു ഫ്രൈ പാനിൽ വേണമെങ്കിലും ഇത് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ദോശക്കല്ലാണ് വെച്ചത്. അതിന് നമുക്കിനി എണ്ണ തടവി കൊടുക്കാം. ഞാനിവിടെ എണ്ണയും അതുപോലെ നെയ്യും കൂടെ ചേർത്തിട്ടുള്ളൊരു മിക്സാണ് തടവി കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെറും എണ്ണ മാത്രമാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല നെയ്യ് മാത്രമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് തടവി കൊടുക്കുന്നത്. അതിനുശേഷം കല്ല് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മുടെ പറാത്ത ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ പൊറാത്തയുടെ മുകളിലും ജസ്റ്റ് നമ്മൾ ഈ ഒരു ഓയിൽ തടവി കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പം ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്.
നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നമ്മുടെ പറാത്തയുടെ ഒരു ഭാഗം ഏകദേശം ബ്രൗൺ കളറായി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സൈഡിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എണ്ണ തടവി കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സൈഡും അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം. ഒരു മിനിറ്റിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്കിനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് നമ്മുടെ ബാക്കി എല്ലാ പറാത്തയും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ പൊറാത്തയെല്ലാം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള ബുർജി പറാത്ത. സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്ക് ആ മാവ് കുഴച്ച് വെക്കാനുള്ള ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം എന്നുള്ളത് ഒഴിച്ചാൽ വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.